ഗേൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജേക്ക്. മക്കളെ, നമ്മളെ പരീക്ഷയ്ക്ക് ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ഫുൾ A+ നമുക്ക് ഉറപ്പിക്കണം. അതിനുവേണ്ടി പരീക്ഷയ്ക്ക് 100% ചോദിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, അവർക്കൊക്കെ മാർക്ക് ഇട്ടട്ടെ. അപ്പോൾ കൂട്ടത്തിൽ ഈ ഒരു നമ്മളെ അടുത്ത നെക്സ്റ്റ് എക്സാം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. April 2 പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനകത്തൊന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് വയ്ക്കുക. നമ്മളെ സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലൊക്കെ പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചിത്രത്തിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ ചാപ്റ്റർ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ചിത്രങ്ങളാണ്. ആദ്യം ഒരു റേ ഡയഗ്രം പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺകേവിന്റെയും കോൺവെക്സിന്റെയും ലെൻസുകളിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ എങ്ങനെയൊക്കെ പോകുന്നതാണ്. പാരലായിട്ട് വന്നാൽ ഫോക്കസിലൂടെ പോകുന്നു, സമാന്തരമായിട്ട് വന്നാൽ ഫോക്കസിലൂടെ പോകുന്നു. ചിത്രം അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ പിയിലൂടെ വന്നാൽ പിയിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, നോ ഡീവിയേഷൻ, അവിടെ ഒരു വ്യതിയാനവും സംഭവിക്കുന്നില്ല. കോൺകേവിലാവുമ്പോൾ പാരലായിട്ട് വന്നാൽ ഫോക്കസ് എന്ത് ചെയ്യുന്നു, അകന്നു പോകുന്നു. ഡൈവേർജ് ഫ്രം എ ഫോക്കസ് ആണ്. ഇനി ഒരു കോൺകേവിന്റെ പോളിലേക്ക് വന്നാലും അത് അതേപോലെ തന്നെ പോകുന്നു. അപ്പോൾ ഈ ഒരു ചിത്രങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 1 മാർക്കുള്ള ചോദ്യങ്ങളൊക്കെ വരും. കൂട്ടത്തിൽ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രതിബിംബങ്ങളാണെങ്കിൽ സ്ക്രീനിൽ നമുക്ക് ലഭിക്കും. കണ്ടില്ലേ, ഇമേജ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺ ദി സ്ക്രീൻ എന്നാണ്. ഇനി വെർച്വൽ ഇമേജ് മിഥ്യയാണെങ്കിൽ അത് നമുക്ക് സ്ക്രീനിൽ ലഭിക്കില്ല എന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ നിവർന്നതായിരിക്കും. ഇറക്റ്റ് ഇമേജ് ആണ് നിവർന്നതാണ്. തല കീഴായിട്ടുള്ള ഇമേജ് ഇൻവേർട്ട്, തല കീഴായതാണ്, അത് റിയൽ ആണെന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് റിയൽ? ഇത് വെർച്വൽ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് 2F അപ്പുറത്താണ്. 2F ബിയോണ്ട് 2F ആണ്. 2F അപ്പുറത്ത് ഒരു ഒബ്ജക്റ്റ് വന്നാൽ അതിന് മുകൾ ഭാഗത്ത് ഒരു ലൈറ്റ് വന്നത് ഫോക്കസിലൂടെ പോയി പിയിലൂടെ അല്ലെങ്കിൽ ഈ ഓയുടെ ഒപ്റ്റിക് സെന്ററിലൂടെ വന്നാൽ അതിലൂടെ തന്നെ പോകുന്നു. അപ്പോൾ ഈ 2 ലൈറ്റും കൂടി ചേർന്നാൽ കിട്ടുന്ന ഭാഗത്ത് ഇമേജ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇമേജ് പറഞ്ഞാൽ F-നും 2F-നും ഇടയിലാണ്. ചെറിയ ഇമേജ് ആണ്, റിയൽ ഇമേജ് ആണ്. ബിറ്റ്വീൻ 2F and F ആണ്. സ്മോൾ ഇൻവേർട്ട്, ചെറുതാണ്, തല കീഴായതാണെന്നൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രം വരച്ചു പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയ ചിത്രം പറയണം. 2F-ലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജും 2F-ൽ തന്നെയാണ്. ഒബ്ജക്റ്റ് 2F-ലാണെങ്കിൽ പ്രതിബിംബം 2F-ലാണ്. അതുകൊണ്ട് സെയിം സൈസ് ആയിരിക്കും. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും എന്നൊക്കെ വെറുതെ ഓർത്ത് വയ്ക്കുക. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ <1, ചെറിയ ഇമേജ്, അതുകൊണ്ട് <1 അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ നിർബന്ധമായിട്ട് ആ ചിത്രം വരച്ചു പഠിക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 2F-നും F-നും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച വലിയൊരു ഇമേജ് കിട്ടുന്നു. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ <1 എന്ന് ഓർത്തേക്കും, ഒന്നിനേക്കാൾ വലുതായിരിക്കും എന്ന് ഓർത്തേക്കാം. അപ്പൊ അതിന്റെ പ്രത്യേകതകളാണ് ഞാൻ കൊടുത്തുള്ളത്. അപ്പൊ ഇതില് ഈ ഒരു 3 ചിത്രങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി കോൺകേവിന്റെ ഒരു ചിത്രവും പഠിക്കണം. ഇങ്ങനെ 4 ചിത്രത്തിൽ ഒന്നാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരിക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 4 ചിത്രം മാത്രം സെലക്ട് ചെയ്തത്. അപ്പോൾ ഒരു കോൺകേവിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ലെൻസിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഒബ്ജക്റ്റ്, ഇവിടെ F-ഉം 2F-ഉം അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് വിചാരിക്കുക. പാരലായിട്ട് വന്നാൽ ഫോക്കസ് അകന്നു പോയി. ഒപ്റ്റിക് സെന്ററിലൂടെ വന്നാൽ ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞു ഇമേജ്, എപ്പോഴും ചെറിയ വെർച്വൽ ആൻഡ് ഇറക്റ്റ് സ്മോൾ ഇമേജ് ആണ്. വളരെ സ്മോളർ ദാൻ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാൾ ചെറിയ ഇമേജ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. എപ്പോഴും അത് നിവർന്നതാണ്. അപ്പോൾ ഈ ഒരു ചിത്രം, ഈ 4 ചിത്രം എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി അടുത്തൊരു കളർ കോമ്പിനേഷൻ ആണ് മക്കളെ, ശ്രദ്ധിക്കണം. എന്താണ്? ഗ്രീനും റെഡും കൂടി ചേർന്നാൽ യെല്ലോ കിട്ടുന്നു. റെഡും ബ്ലൂവും കൂടി ചേർന്നാൽ മജന്റ ഓർ മജന്ത കിട്ടുന്നു. ഇനി ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നാൽ സിയാൻ കിട്ടുന്നു. ഈ 3 കളറും കൂടി ചേർന്ന ഭാഗത്ത് വൈറ്റ് കിട്ടുന്നു. അപ്പൊ BCG RMB RYG ജസ്റ്റ് വെറുതെ ഓർത്ത് വയ്ക്കാം. BCG എന്ന് പറഞ്ഞാൽ സെന്ററിലുള്ളത് സെക്കൻഡറി കളർ, സെന്ററിൽ വരുന്ന സെക്കൻഡറി കളർ. അപ്പൊ സയൻ മജന്റ യെല്ലോ സെക്കൻഡറി കളറാണ്, അതായത് ദ്വിതീയ വർണ്ണം. ഇനി 2 സൈഡിലും വരുന്ന അപ്പുറത്തും ഇപ്പുറത്ത് വരുന്ന പ്രൈമറി കളറാണ്, പ്രാഥമിക വർണ്ണം. അപ്പൊ BCG ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നാൽ സിയാൻ, RMB റെഡും ബ്ലൂവും കൂടി ചേർന്നാൽ മജന്റ, RYG റെഡും ഗ്രീനും കൂടി ചേർന്നാൽ യെല്ലോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ബ്ലൂ പ്ലസ് ഗ്രീൻ പ്ലസ് റെഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കിട്ടുന്നു. അപ്പോൾ ബ്ലൂ പ്ലസ് ഗ്രീൻ പ്ലസ് റെഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കിട്ടുന്നു ഓർത്ത് വയ്ക്കുക. പിന്നെ കൂട്ടത്തിൽ നിങ്ങളൊരു കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൂടി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പലതും. ഞാൻ ഇപ്പോൾ തൽക്കാലം വേറൊരു പേരുമാണ്, ഗംഗാധരന്റെ 2ാമത്തെ ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു, ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നോക്കുക, ഇത് ശരിക്കും ഒന്നുമില്ല. RYG അതാണ് ഇവിടെ എഴുതിയ RYG, കണ്ടില്ലേ. BCG കണ്ടില്ലേ, BCG കണ്ടില്ലേ. RMB അങ്ങനെയാണ്. അപ്പൊ ബ്ലൂവിന്റെ നേരെ വരുന്ന കളർ യെല്ലോ. അപ്പൊ ബ്ലൂവും യെല്ലോവും കൂടി ചേർന്നാൽ വൈറ്റ് കിട്ടുന്നു. അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു പ്രൈമറിയോട് ഒരു സെക്കൻഡറി ആഡ് ചെയ്തപ്പോൾ വൈറ്റ് കിട്ടുന്നുണ്ട്.
അല്ലേ? ഇതാണ് ഒരു പ്രൈമറിയോട് ഒരു സെക്കൻഡറി കുടിച്ചു വന്നപ്പോൾ വൈറ്റ് കിട്ടി. അങ്ങനെ വൈറ്റ് കിട്ടണമെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, കോംപ്ലിമെന്ററി കളർ, പൂരക വർണ്ണങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ അത് കളർ കോമ്പിനേഷൻ, ഇങ്ങനെ കളർ ഡിസ്കുകളൊക്കെ തരും. സ്പീഡ് കറക്റ്റ് ഏത് കളർ കാണുന്നു അതിനൊക്കെ ഈ ഒരു ഒറ്റ കോഡ് മനസ്സിലാക്കി വെച്ചാൽ അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. റെഡിന്റെ നേരെ വരുന്ന സിയാൻ, അപ്പോൾ റെഡ് പ്ലസ് സിയാൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. ഗ്രീനിന്റെ നേരെ വരുന്ന മജന്റ, അപ്പോൾ ഗ്രീൻ പ്ലസ് മജന്റ എന്ന് പറഞ്ഞാൽ വൈറ്റ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു ചിത്രമാണ് ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും. ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വയ്ക്കുക, അടുത്താണ് ഇമേജ് ഫോം ചെയ്യുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഷോർട്ട് സൈറ്റ് ഇമേജ് അടുത്താണ് ഫോം ചെയ്തത്. ഇവിടെ ഇമേജ് ദൂരത്താണ് ഫോം ചെയ്തത്, അതുകൊണ്ട് അത് ലോങ് സൈറ്റ്. അപ്പോൾ ചിത്രം കണ്ടാൽ തിരിച്ചറിയാലോ. അപ്പോൾ ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്തു? അടുത്ത് ഫോം ചെയ്തു. ഇവിടെ ഇമേജ് ദൂരത്ത് ഫോം ചെയ്തു. അപ്പോൾ ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് ഇനി ആരും മറക്കൂല. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഫോക്കൽ ലെങ്ത് കുറവാണ്, അപ്പോൾ ഫോക്കൽ ലെങ്ത് കുറഞ്ഞു, അപ്പോൾ പവർ കൂടുന്നു. കാരണം എന്താണ്? P = 1/f. എഫ് കുറഞ്ഞാൽ പവർ എന്തെയും കൂടുന്നു. ഇനി അതോടൊപ്പം തന്നെ ഇമേജ് എവിടെയായിരിക്കും? ബിറ്റ്വീൻ ലെൻസ് ആൻഡ് റെറ്റിന. റെറ്റിനക്കും ലെൻസിന്റെ ഇടയിലാണ് ഇമേജ് രൂപപ്പെടുന്നത്. ഇത് കറക്റ്റ് ആയ ലെൻസ് കോൺകേവ് ലെൻസ്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി ലോങ് സൈറ്റ് ആകുമ്പോൾ ലോങ് സൈറ്റ് ഇവിടെ എഫ് കൂടുതലാണ്, അപ്പോൾ പവർ കുറഞ്ഞു. ഇമേജ് ഓഫ് ബിഹൈൻഡ് ദ റെറ്റിനയുടെ പിന്നിലാണ് ഫോം ചെയ്ത്. ഇത് കറക്റ്റ് ആയ ലെൻസ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ സ്പീഡ് പറയാൻ കാരണം നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ പറയേണ്ടത്, അതുകൊണ്ടാണ്. ഇതാ നോക്കിയോളൂ. ഇനി അടുത്തൊരു മൈക്രോസ്കോപ്പാണ്. ഈ മൈക്രോസ്കോപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്താണ്? ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ നോക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ സ്ലൈഡൊക്കെ വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഇതാണ്. അങ്ങനെ ഐ പീസ് നോക്കുന്നത്, നമ്മൾ കണ്ണിലോട് ഇങ്ങനെ നോക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതാണ് ഐ പീസ്. അപ്പോൾ ഐ പീസ് ആയാലും ഒബ്ജക്റ്റീവ് ആയാലും എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് ഓർത്തേക്ക്, ആദ്യത്തെ പോയിന്റ്. ഇനി ഇതിന്റെ ഫോക്കൽ ലെങ്ത് വലുതാണ്. ഈ ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് വലുതാണ്, വലുത്. ഇമേജ് എങ്ങനെ ആയിരിക്കും? ലാർജ് ആയിരിക്കും, അതേപോലെ ഇറക്റ്റ് ആവും, വരച്ച് നമുക്ക് മൈക്രോസ്കോപ്പ് കൂടെ നോക്കുമ്പോൾ വലുതായി കാണണ്ടേ, അതുകൊണ്ട് ഐ പീസിൽ ഇമേജ് എപ്പോഴും വലുതായിരിക്കും എന്ന് ഓർത്തേക്കുക. ഇനി ഇവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നിരീക്ഷിക്കേണ്ട സാധനം ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഫോക്കൽ ലെങ്ത് ചെറുതാണ്. അവിടെ രൂപപ്പെടുന്ന ഇമേജ് സ്മോൾ ആയിരിക്കും, ഇൻവേർട്ട് ആയിരിക്കും, റിയൽ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പോയിന്റ്, ഇത്രയും പോയിന്റ് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം. കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ഒരു ടെലസ്കോപ്പും കൂടി ഓർത്ത് വയ്ക്കുക. ടെലസ്കോപ്പിന്റെ ഐ പീസ് ഇവിടെയാണ്, ഒബ്ജക്റ്റീവ് ഇവിടെയാണ്. ഐ പീസും ഒബ്ജക്റ്റീവും കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ഇനി ഒബ്ജക്റ്റ് എന്നാൽ വളരെ ദൂരത്താണ്, അതുകൊണ്ട് അതിന്റെ ഫോക്കൽ ലെങ്ത് വലുതാണ്. ഇനി ഇവിടെ നിന്ന് നോക്കുന്ന ഏരിയ, അതുകൊണ്ട് അതിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? സ്മോൾ ആണ്, ചെറുതാണ്. നേരത്തെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് വെർച്വൽ ആണ്, ലാർജ് ആണ്, ഇറക്റ്റ് ആണ്, നിവർന്നതാണ്. അതേപോലെ തന്നെ മിഥ്യയാണ്, വലുതാണ്. ടെലസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് വലുതായി കാണണ്ടേ. കൂട്ടത്തിൽ ഇമേജ്, ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ സ്മോൾ, ഇൻവേർട്ട്, ചെറുത്, യഥാർത്ഥം, തലകീഴായത്. അപ്പോൾ ടെലസ്കോപ്പിന്റെ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് എന്ത് ചെയ്യണം മക്കളെ? ഓർത്തേക്കണം. അടുത്ത നമുക്ക് എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിലിവിടെ വരച്ചു വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഏറ്റവും ബ്ലണ്ടർ ആയിട്ടുള്ള ട്രിക്ക് പറഞ്ഞാൽ, സ്വിച്ച് ഓൺ ആക്കിയ കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കറണ്ട് പാസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് ആണെങ്കിൽ താഴത്തെ മാഗ്നറ്റിക് നീഡിലും ആന്റി ക്ലോക്ക്. അതാണ് ഏറ്റവും സിമ്പിൾ വഴി. ശരിക്കും നമ്മൾ ആംബിയൻ സ്വിമ്മിംഗ് റൂളൊക്കെ ഉപയോഗിച്ച് കണ്ടെത്താൻ ഞാനിപ്പോൾ അതിനൊന്നും ടൈം കളയുന്നില്ല. ഇവിടെ നോക്കുക, സ്വിച്ച് ഓൺ ആക്കിയ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ്, അപ്പോൾ താഴത്തെ മാഗ്നറ്റിക് നീഡിലും ക്ലോക്ക് വൈസ്. ഓർത്ത് വെക്കുക, അറിഞ്ഞു വെക്കുക, പഠിച്ചു വെക്കുക. അടുത്ത കറണ്ട് ഇവിടെ സ്വിച്ച് ഓൺ ആക്കി ഇങ്ങനെയാണ് പോകുന്നത്. കറണ്ട് അപ്പ് മുകളിലേക്കാണ്. കറണ്ട് മുകളിലേക്കാണെങ്കിൽ ആന്റി ക്ലോക്ക്, നമ്മൾ തമ്പ് റൂളാണ്. അപ്പോൾ നോക്കുക, അപ്പ് ആന്റി ക്ലോക്ക്. കറണ്ട് ഇങ്ങനെയാണ് വരുന്നത്, താഴത്തേക്ക് ഡൗൺ ക്ലോക്ക് വൈസ്. നമ്മൾ ആന്റി ക്ലോക്കോ നീഡിൽ ബിലോ ദ കണ്ടക്ടർ, അപ്പ് ആൻഡ് ഡൗൺ സി, കുത്തനെയാണ് കണ്ടക്ടർ. കറണ്ട് പാസിംഗ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ. കറണ്ട് പാസിംഗ് ആന്റി ക്ലോക്ക്, കോയിലിൽ നിന്ന് പുറത്തേക്ക്. ഇങ്ങനത്തെ ഒരു പാട്ടൊക്കെ ഞങ്ങൾ ആപ്പിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ലൈവിലൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇൻ ടു ദ കോയിലിൻ്റെ ഉള്ളിലേക്കാണ്. കറണ്ട് പാസിംഗ് ക്ലോക്ക് വൈസ്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ കോയിൽ, കാന്തിക മണ്ഡലത്തിന് ദിശ കോയിലിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ആണല്ലോ കോയിലിൻ്റെ ഉള്ളിലേക്ക്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആന്റി ക്ലോക്ക് ആണെങ്കിൽ കോയിൽ നിന്നും പുറത്തേക്ക്, കണ്ടില്ല? ആന്റി ക്ലോക്ക്, കറണ്ട് പാസിംഗ് ആന്റി ക്ലോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഫ്രം ദ കോയിൽ, കോയിൽ നിന്നും പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ വരിക എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് ഈ രണ്ട് ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഇതൊക്കെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് കണ്ടെത്തുന്നത്. തമ്പ് എങ്ങോട്ടാണോ ആ ദിശയിലേക്കാണ് ഇത് മൂവ് ചെയ്യുക. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അപ്പോൾ കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നോർത്ത് വന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക്, കറണ്ട് ഇങ്ങോട്ട്, അപ്പോൾ തമ്പ് ഇങ്ങോട്ട്. അതുകൊണ്ട് എ ബി എന്ന കണ്ടക്ടർ ക്യൂ ഭാഗത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. ഇനി അടുത്തിവിടെ സൗത്ത് വരികയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, സൗത്ത് എന്ന താഴത്തേക്ക്, അപ്പോൾ
തമ്പ് ഈ സൈഡിലേക്കാവും വരിക, കണ്ടില്ലേ, തമ്പ് ഈ സൈഡിലേക്ക്. അതുകൊണ്ട് പി ഭാഗത്തേക്ക് ഞാനിതിലൊരു കോഡൊക്കെ പറഞ്ഞത്, മുകളിൽ നോർത്ത് വന്നാൽ എബി നിങ്ങൾ ക്യൂവിലാണ് അല്ലേ, സന്തോഷം വന്നാൽ എബി എന്ത് ചെയ്യുന്നു, പാട്ട് പാടുന്നു. ഇങ്ങനെ കോഡൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഇങ്ങനത്തെ ഒരു ടൂത്ത് വീൽ, ഒരു പൽചക്രത്തിന് തന്നാലും ദാ ഇവിടെ കറണ്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്കാണ് കറണ്ട് വരുന്നത്. അതുകൊണ്ട് താഴത്തേക്ക് കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, അങ്ങനെയെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ട്. അതുകൊണ്ട് ഇത് ആൻറ്റി ക്ലോക്കിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രമൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആൻറ്റി ക്ലോക്കിലേക്കാണ്, കറണ്ട് താഴത്തേക്കാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഓർത്ത് വയ്ക്കുക. ഈ ചിത്രത്തിൽ അങ്ങനെ തന്നെയാണ്. അതായത് കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെ എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അപ്പോൾ തമ്പ് മുകളിലേക്കാണല്ലോ, തമ്പ് മുകളിലേക്ക്. അതുകൊണ്ട് എ ബി മൂവ് അപ്വേർഡ് ഡയറക്ഷൻ, മുകളിലേക്കാണ്. എ ബി എന്ന കണ്ടക്ടർ ആദ്യം ചലിക്കുക മുകളിലേക്കായിരിക്കും, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ ഒരു ലൗഡ് സ്പീക്കറിൻ്റെ പ്രധാന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ലൗഡ് സ്പീക്കറിൻ്റെ ചിത്രം കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കണം. അതാണ് ലൗഡ് സ്പീക്കറിൻ്റെ ചിത്രം, അതിൻ്റെ പ്രധാന ഭാഗങ്ങളും പിന്നെ അതിൻ്റെ പ്രവർത്തനം ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ പോയിന്റ് ആയി കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമ്പർ 1 പ്രകാരം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഫൽക്രമാണ് സെൻട്രൽ എങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. ഇതിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 വരാം, ലെസ് ദാൻ 1 വരാം, ഗ്രേറ്റർ ദാൻ 1 വരാം. അത്ര ഓർത്ത് വയ്ക്കണം. ഈ എക്സാമ്പിളുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇനി ലോഡ് സെൻട്രൽ വന്നാൽ സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡറിൽ എപ്പോഴും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഈ ചിത്രങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. ഇനി അടുത്ത് എഫേർട്ടാണ് സെൻട്രൽ അല്ലെങ്കിൽ അത് തേർഡ് ഓർഡർ. തേർഡ് ഓർഡറിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തേക്കുക. ഇനി അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ റെസനൻസുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം എ മാത്രം ഞാൻ ടാപ്പ് ചെയ്തു, തട്ടിന്ന് വിചാരിക്കുക. അപ്പോൾ എയും സിയും ഇയും ഒരേ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക. അതിനെ നമ്മൾ റെസനൻസ് എന്ന് പറയും. എല്ലാം പിടിച്ചു നിർത്തിയിട്ട് ഞാൻ ബി മാത്രം ടാപ്പ് ചെയ്തു, തട്ടിന്ന് വിചാരിക്കുക. അപ്പോൾ ബിയും ഡിയും എഫും എന്ത് ചെയ്യുന്നു, ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് അത് റെസനൻസ് ആണ്, അനുനാദത്തിലാണെന്ന് പറയുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ലോഞ്ചിറ്റ്യൂഡ് വേവും ട്രാൻസ്വേഴ്സ് വേവും, ഇവിടെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന പാരലായിട്ടാണ്. അതേപോലെ തന്നെ കംപ്രഷനും റെയർ ഫാക്ഷനും ഉണ്ടാകുന്നുണ്ട്, ഓർത്ത് വയ്ക്കുക. ഇവിടെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതേപോലെ തന്നെ ക്രസ്റ്റും ട്രഫും വരുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റുകൾ നിർബന്ധമാണ്, പഠിച്ചു വെക്കണം. അടുത്തൊരു നമ്മളെ ഒരു ഗിയറുമായി ബന്ധപ്പെട്ടാണ്. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ഗിയർ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് കൂടും, ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും, സ്പീഡ് എന്ത് ചെയ്യും, കുറയും. കാരണം ഇത് കുറേ തവണ കറങ്ങുമ്പോൾ ഇത് ഒറ്റ തവണ കറങ്ങുള്ളൂ. ഇനി വലുതെന്ന് ചെറുതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വലുത് ഒറ്റ തവണ കറങ്ങുമ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ തവണ കറങ്ങും. അതുകൊണ്ട് അതിന് സ്പീഡ് എന്ത് ചെയ്യുന്നു, സ്പീഡ് ഇൻക്രീസ് ചെയ്യും, പകരം ഫോഴ്സ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർത്തേക്ക്, ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഫോഴ്സ് കുറയും, അതേപോലെ ഫോഴ്സ് കൂടും, സ്പീഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ സ്പീഡ് കൂടും, പക്ഷെ ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളെല്ലാ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ചിത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക, അറിഞ്ഞു വയ്ക്കുക, ഓർത്ത് വയ്ക്കുക. പിന്നെ ലൈവ് ക്ലാസ്സിനകത്ത് ഇതിനെ ബേസ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ലൈവ് മിസ്സാക്കരുത്. പിന്നെ എന്ത് ചെയ്യുക, പരീക്ഷ അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്.